ഇപ്പൊ പറയാം. സോറി, എന്റെ മോനില്ലേ സുമേഷ്, ആ കുച്ചിപ്പുടിക്ക് ചേർന്നു. അവന്റെ ചെസ്റ്റംബർ അവന്റെ ചെസ്റ്റംബർ അവനെന്ത്? അയ്യോ അതറിഞ്ഞില്ല. ഇല്ല. അവന്റെ കാലം കുപ്പിച്ചിലും ഉണ്ട്. അയ്യോ ഉപ്പിച്ചില് കൊണ്ടോ? ഉപ്പിച്ചില് കൊണ്ടവനെ കുച്ചിപ്പുടി കളിക്കും. അല്ല അവൻ കളിച്ചില്ലല്ലോ, അവന്റെ രക്ഷാർത്ഥം ഞാൻ കളിക്കത്തില്ല. അങ്ങനെ പകരാൻ പറ്റത്തില്ല. അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി. അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? അവന്റെ കാലം കുപ്പിച്ചില് കൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ എന്നാ അവൻ കളിക്കണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ സംസാരിക്കല്ലേ. നീ ഈയിടെ ഇറങ്ങി വന്ന കമ്മച്ചോൻ പറ കേട്ടോ. നീ എന്നെ മൂപ്പിക്കാനൊന്നും നിൽക്കല്ലേ. പകരത്തിന് കളിയൊന്നുമില്ല ഇവിടെ. പകരത്തിന് കളിക്കുന്നത് നീയാണോ തീരുമാനിക്കുന്നത്? നീ ഇവിടുത്തെ പ്രസിഡന്റ് ഒന്നും അല്ലെങ്കിൽ ഞാനാ തീരുമാനിക്കുന്നത്. മോനെ നീ ആ ചെസ്റ്റം തരത്തില്ലെന്ന് നോക്കിക്കോ. നീയൊക്കെ നെറ്റ് കിട്ടിക്കോ. എല്ലാം കിട്ടും. ഞാൻ ഇവിടുത്തെ മെമ്പറാണ്, ഈ ക്ലബിന്റെ മെമ്പറാണ്. ബൈജു ഇവിടെ കുച്ചിപ്പുടി കളിച്ചില്ല. ബൈജു ഇവിടെ കളിക്കത്തില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു കളിക്കത്തില്ല. ഓ നീ നോക്കിക്കോ മോനെ. കാണിക്കാം, കാണാം. കാണിച്ചു തന്നാ മതി. ഒന്ന് പോരാ വിടുന്നു. പിന്നെ കാണിക്കാം. കള്ളം കുടിച്ചോണ്ട് ആവശ്യമില്ലാത്ത കേസിട്ടുമായിട്ട് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ രാവിലെ ഇറങ്ങിക്കോളും. സാർ അത് നോക്ക്, ഞാൻ ഇവിടെ എഴുതട്ടത്. മണിരഞ്ജിത പാദാചായ കാളമേഘ സദൃശ ദിവ്യരൂപായ സർപ്പഗർവ ശമനായ കൃഷ്ണായ തുഭ്യം നമഃ. ശ്രീകൃഷ്ണായ തുഭ്യം നമഃ. വേദരക്ഷക പാലഹരേ ജഗദീശ ഹരേ ചോളി ഉത്തര കാരണ
കച്ചവ ശരീരൂപധരേ ഹിരണ്യാക്ഷനിരന അവതാര സൂദര രൂപ വരദനരേ പ്രസാദവര ചരണവര സിംഹരൂപ തക്കിട്ട തക്ക തിമ്മി 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 ത്രൈലോക്യ രക്ഷണ ശിക്ഷണ കാരണ വാമനവതാര രൂപധരേ രഘുകുല താരക പോഷണരേ ജയ ക്ഷത്രിയ നാശകാരമാഹരേ യാദവ കുല സംപൂജിത നായക കൃഷ്ണദേവ ഗീതനയ കൃഷ്ണ ഹരേ സുന്ദര ലീല നരലീലാക വിനി പാദ പല്ലവകരണ സരിമപ ശ്രീമപനി സാനി പനി പമ മമ രെ മരി ശ്രീമപനി മാവനി സാ ഇവനെ എന്ത് ഞാൻ കൊല്ലും? തോന്നുവസാണ് കാണിക്കുന്നത്. എല്ലാം തോന്നുന്നു ദിവസം ആ കൊച്ചിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നീ എന്തുകൂടെ കിടന്ന് കാണിക്കുന്നത്? ഞാൻ കുച്ചുപ്പൂടി കളിച്ചതാ. എന്റെ മോന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ കുച്ചുപ്പൂടി കളിക്കുന്നത്. മോന്റെ അഭിമാനം ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടാക്കി വെച്ചിട്ടാണോ താൻ കുച്ചിപ്പുടി കളിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അപമാനം ഉണ്ടാക്കി. നീ ചെസ്റ്റ് നമ്പർ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞല്ലടാ തരാൻ പറ്റത്തില്ലെന്ന്. നിങ്ങളുടെ ചെസ്റ്റ് നമ്പർ ഒന്നും എനിക്ക് വേണം. ഞാൻ ചെസ്റ്റ് നമ്പർ പോലും ഇല്ലാതെ ഇവിടെ കളിക്കാം. ആരും ചോദിച്ചില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെയാണോ കുച്ചിപ്പുടി കളിക്കുന്നത്? ഇങ്ങനെ കളിക്കാൻ പറ്റും. അങ്ങനെ എന്താ ഈ കുച്ചുപ്പൂടിക്ക് കുഴപ്പം എന്താ? ഇത് എന്ത് കുച്ചിപ്പുടിയാണോ? പാത്രത്തിൽ കളിക്കുന്ന ഇങ്ങനാണോ? ഇതെന്ത് കുഴപ്പമൊന്നുമല്ല. പിന്നെ ഈ പാത്രം ശരിയാകാത്തോണ്ടാ. കണ്ടോ? മനസ്സിലായി? അത് ഈ കൊച്ചു പിള്ളേർ കളിക്കുന്ന പാത്രമല്ലേ. ഞാൻ പ്രായമായതുകൊണ്ട് ആ പാത്രം എനിക്ക് സൂട്ടല്ലെന്ന്. എടാ കുച്ചിപ്പുടി കളിക്കുന്ന പാത്രമാണ് ആ പാത്രം. ചേടാ ആ പാത്രം എനിക്ക് ചേരത്തില്ല. ആ പാത്രം ശരിയാകാത്തോണ്ടല്ലേ. എന്നാ നീ ആ പാത്രം ശരിയാക്കിട്ട് ഇവിടെ കളിച്ചാ മതി. അത് മതി. എന്നാ? എടാ പാത്രം ശരിയാക്കി കളിച്ചാ മതി എന്ന്. പാത്രം ശരിയാക്കിട്ട് അടിക്കും ഞാൻ. പാത്രം ശരിയാക്കിട്ട് പോടാ. എന്നാ പാത്രം ശരിയാക്കിട്ട് ബൈജൂടൊരു പൊളിക്കിന് പൊളിക്കും മോനെ. പിടക്കും ഞാൻ പറഞ്ഞേക്കാം. പോകാം. കുച്ചുപ്പടി ഒന്നും ആർക്കും സൂചിക്കുന്നില്ലോ. നല്ല റൂമലിയാക്കാം. നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിനക്കത് ചെയ്യാൻ പറ്റാ. നീ കസേര നിന്നിട്ട് പൊക്കോണം. ഞാൻ എന്നാ ചെയ്യുന്നേ പറഞ്ഞു. നീ ആരാണ് അവനാ ചെസ്റ്റ് നമ്പർ കൊടുത്തത്? ആ ബൈജുവിന്. എന്റെ പൊന്നേട്ടാ ഞാൻ ബൈജുവിന് ചെസ്റ്റ് നമ്പർ ഒന്നും കൊടുത്തില്ല. അവൻ തന്നെത്താൻ എഴുതിക്കൊണ്ട് വന്ന് കയറിയതാ. ആണല്ലേ? എന്തൊരു ബഹളം അവിടെ കിടന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചെവിക്കലടിച്ച് പറിക്കും ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ അല്ല ആ ബൈജുവിന്റെ. നമ്മളല്ലേ മുമ്പ് അവനോട് ഇറക്കി വിട്ടത്. എന്റെ പൊന്നെ പിന്നെ ആ സ്റ്റേജിൽ കയറി കിടന്ന് ബഹളം വെക്കുക. അങ്ങോട്ടൊന്ന് വന്നേ. ഞാനും കൂടെ വരുവാ. ഇന്ന് അവനെ കുച്ചിപ്പടി കളിപ്പിക്കാം. ഇവനെ ഞങ്ങൾ ശരിയാക്കാം. കുച്ചിപ്പടി എന്ന് പറഞ്ഞ് നിന്നെ ഏരിയ കണ്ട കേട്ടോടാ. ഈ കുച്ചിപ്പുടി കളിക്കണ്ടായിരുന്നു.